കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് കെ സി വേണുഗോപാൽ അനുഭാവികൾ മാത്രമല്ല, അത് കേരളത്തിലെ കുറേയധികം BJP സംഘപരിവാർ അനുഭാവികൾ കൂടിയാണ്. കാരണം അവർക്ക് ഒരുപാട് ഗുണം, ലാഭം കെ സി കേരളത്തിൽ വന്നാൽ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ കേന്ദ്ര BJP നേതൃത്വം സമ്മതിക്കുന്നുമില്ല. കാരണം കേന്ദ്ര BJP നേതൃത്വത്തിന് കെ സിയെ ഡൽഹിയിൽ തന്നെ കാണാനാണ് താല്പര്യം. കാരണം കെ സി ഡൽഹിയിൽ നിൽക്കുകയാണെങ്കിൽ കേന്ദ്ര BJPക്ക് വലിയ ഗുണമുണ്ടാവും. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുണം നഷ്ടപ്പെടും. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ ആ ഗുണം കിട്ടുക ആർക്കാണ്? കേരള BJPക്കാണ്. അപ്പോൾ ഈ കേന്ദ്ര BJP നേതൃത്വവും കേരള BJP നേതൃത്വവും കെ സിൻ്റെ പേരിൽ വലിയ ഒരു അടിയിലാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇപ്പോൾ എക്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്ന് പറയാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരുപക്ഷെ കെ സിയെ കേരളത്തിൽ കാണാൻ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി കാണാൻ കേരള BJP നേതൃത്വവും ആഗ്രഹിക്കുന്നുണ്ട് എന്നാകും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കാൻ ഒരുപക്ഷെ മടിയുള്ളത്. എന്തായാലും ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഇത്രയും ദിവസമായിട്ടും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ നാണം കെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറിത്തീരുകയാണ്. ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറിയാനായിട്ട്? 5 വർഷം കാത്തിരിക്കേണ്ടി വരുമോ? 5 വർഷമാണെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് CPM അനുഭാവികൾ പറയുന്നു. പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായി 5 വർഷവും തുടരട്ടെ എന്ന് അവർ തമാശ രൂപേണയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കെ സി ഒരു ശകുനമാകുമോ? ഇവിടെ ബുധനാഴ്ചത്തേക്ക്, അതായത് മറ്റന്നാൾ കേരള മുഖ്യമന്ത്രി ആരാണ് എന്ന് പ്രഖ്യാപിക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ രസകരമായിട്ട് എനിക്കിപ്പോൾ തോന്നിയത്, ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഈ കോൺഗ്രസ്സുകാരാണോ അതോ BJPക്കാരാണോ? BJP കെ സിക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കെ സിക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന തരത്തിലേക്ക് BJP നേതൃത്വം അവർ ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ലീഗിനെ പോലും പറയാൻ സമ്മതിക്കാത്ത ടീംസ് ഇനിയിപ്പോൾ BJP വന്നിട്ട് തീരുമാനിക്കേണ്ട രീതിയിലേക്ക്, അപ്പോൾ CJP എന്നൊക്കെ ഉള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ CPM, ഈ അന്തർധാരകളൊക്കെ ഇവിടെ വീണ്ടും സജീവമായിട്ടുള്ള ചർച്ചകളിലേക്ക് വരുമോ? അപ്പോൾ അല്ല, അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സിനെ കൊണ്ടിട്ട് കെ സി അവിടെ കേന്ദ്രത്തിൽ പോയിട്ട് വലിയ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടും BJP ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കെ സി എവിടെ ഡൽഹി തന്നെ തുടരട്ടെ എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. കെ സിനെ വിട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ സംഭവം. അപ്പം നമുക്കറിയാലോ, ഉപതെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം BD സതീശൻ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളെ നയിച്ച് അതിനെ വലിയ ഭൂരിപക്ഷത്തിലെത്തിപ്പിച്ച ഒരാളാണ്. ഒന്നും രണ്ടുമല്ല, കുറേയധികം. കെ സിയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറേയധികം തെരഞ്ഞെടുപ്പുകളിലെ നയിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം എന്തിനാണ് കെ സി യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന്, കേരളത്തിലെ കോൺഗ്രസ്സിന് എന്തിനാണ് കെ സി? കെ സിയുടെ കുറച്ച് നാൾ മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂവിന്റെ ബൈറ്റ്സ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിക്കുന്നത് തന്നെ എനിക്ക് വേദന ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയണം. എനിക്ക് മുഖ്യമന്ത്രി കസേര വേണ്ട, ഞാൻ മുഖ്യമന്ത്രി ആവാൻ വരുന്നില്ല എന്ന് പറഞ്ഞ ഇന്റർവ്യൂ അദ്ദേഹം തന്നെ പറയുന്ന സാധനങ്ങൾ പുറത്തുണ്ട്. ഇപ്പോൾ വൈറലായിട്ട് നമുക്ക് വീഡിയോസ് കിട്ടുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ ഇത്രയും നേരം മുഖ്യമന്ത്രി ആകുന്നില്ല എന്നൊരു മാധ്യമം വഴി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അല്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കില്ലേ, ചോദിക്കുമ്പോൾ എനിക്ക് പെയിനാണ് ഉണ്ടാവുന്നത്, എനിക്ക് വേദനയുണ്ട് നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ ആളാണ്. ആ ആൾ വന്നിട്ട് MLA മത്സരത്തിന് പോലും ഇറങ്ങണം. ഇദ്ദേഹം മത്സരിക്കാൻ വന്നിരുന്നെങ്കിൽ ആരെങ്കിലും കോൺഗ്രസ് നേതൃത്വം വേണ്ടെന്ന് പറയായിരുന്നു. അതാണിപ്പം കോൺഗ്രസ് ഇരിക്കൂറിൽ നിന്നുള്ള ചുണക്കുട്ടികളായിട്ടുള്ള കോൺഗ്രസിന്റെ ആൾക്കാർ പോലും, അനുഭാവികൾ പോലും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. കെ സി ഒരുമാതിരി തെമ്മാടിത്തരം കാണിക്കരുത്. നിങ്ങൾക്ക് മത്സരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനം ഒഴിഞ്ഞിട്ട് മത്സരിക്കായിരുന്നല്ലോ. കളിയുടെ നിയമം അതായിരുന്നില്ല യഥാർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ കെ സുധാകരൻ ഡൽഹിയിൽ വരെ പോയിട്ട് അവസാനം പാർട്ടിയാണ് വലുത് ഞാൻ ചെറുതാണെന്ന് പറയുന്ന പ്രതികരണം നടത്തേണ്ടി വന്നു? അദ്ദേഹത്തിന് ഒരുപക്ഷെ മത്സരിപ്പിക്കാമായിരുന്നു. പക്ഷെ നിയമം എന്തായിരുന്നു? MP മാരായിട്ടുള്ള ആളുകൾ മത്സരിക്കരുത്. അതുകൊണ്ടാണ് സുധാകരന് പോലും മത്സരിക്കാൻ പറ്റാതിരുന്നത്. എന്തിനാണ് പിന്നെ കെ സിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു കളികൾ കെ സി നടത്തുന്നത്? കെ സിക്ക് ആരെങ്കിലും വേറെ എന്തെങ്കിലും തലയണ മന്ത്രം കേട്ടിട്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ പിരികേറ്റി കൊടുത്തിട്ടാണോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് വന്നതെന്നറിയില്ല. പക്ഷെ എന്തായാലും കെ സി വേണുഗോപാൽ അങ്ങേയറ്റം അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. കെ സിയെ ശരിക്കും ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ നേടിയെടുത്ത വെറുപ്പ്
വെറും കുറച്ച് ദിവസം കൊണ്ട് KC വേണുഗോപാൽ നേടിക്കഴിഞ്ഞു ഇപ്പൊ തന്നെ. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ആർക്കാണ് കൂടുതൽ സാധ്യത, ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്ന് ഹൈക്കമാൻഡിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KCക്കും അറിയണം എവിടെയായിരിക്കും തൻ്റെ പൊസിഷൻ എന്നുള്ളത്. നിലവിലിപ്പം KC അറിഞ്ഞു കഴിഞ്ഞു. ഒരു മനുഷ്യന് വേണ്ട KCയെ, സത്യം പറഞ്ഞു പോലും തോപ്പിക്കാനായിട്ട് കൂട്ടത്തിൽ KC അത് കോൺഗ്രസ്സുകാർ പോലും പറയുന്നത് ഇരിക്കൂർന്ന് ഈടിയേറ്റം വന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ 8 നിലയിൽ പൊട്ടിപ്പിച്ച് കളയും KCയെ എന്ന് പറയായിരുന്നത്. ആ പ്രതികരണം ഹൈക്കമാൻഡ് കേട്ടിട്ടില്ലെങ്കിൽ, ഹൈക്കമാൻഡിന് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഹൈക്കമാൻഡാണെന്ന് പറഞ്ഞിട്ട്, അത്രയും വിഡ്ഢികളാണോ ഈ ഹൈക്കമാൻഡിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം പ്രവർത്തകരാണ് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. MLA-മാരും തേങ്ങയൊന്നുമല്ല, പ്രവർത്തകരുടെ മനസ്സാണ്. ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ എന്താണിപ്പം പിണറായിക്ക് സംഭവിച്ചത്? അത് പാർട്ടി വോട്ടുകളാണ് CPM-ന് UDF-ന് പോയത്. പിണറായിയുടെ ധർമ്മടത്തിലെ മണ്ഡലത്തിൽ എത്ര വോട്ടാ ഒഴുകിയത് UDF-ന്? എന്തുകൊണ്ടാ? പ്രവർത്തകരെ വെറുപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ പ്രവർത്തകരെ വെറുപ്പിച്ചിട്ട് KC-നെയാണ് കൊണ്ടുവരാൻ കളിക്കുന്നുണ്ടെങ്കിൽ 8 നിലയിൽ UDF ഇല്ലാണ്ടാവുന്നതാണ് ഇവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ല, അതാണ് പറഞ്ഞത്. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ നേടിയെടുത്ത വെറുപ്പ് അത്രയും KC-യാണ് വരുന്നതെങ്കിൽ KC ഇത്ര ദിവസം കൊണ്ട് തന്നെ നേടിയെടുത്തിട്ടുണ്ട്. KC അത്രയും ആളുകൾ വെറുത്ത് പോയിട്ടുള്ളൊരു സമയമാണത്. അത് കള്ളക്കളിയല്ലേ ശരിക്കും? കള്ളക്കളി എന്നൊന്നും പറഞ്ഞാൽ പറയാം, നെറികേടാണ്. കളിച്ച് ജയിച്ചൊരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ എതിർത്ത് പറയുകയല്ല, പക്ഷെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മനുഷ്യനെക്കാളും രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ടേൺ ഉണ്ടായിരുന്നില്ലേ? 5 വർഷം അദ്ദേഹം അല്ലായിരുന്നോ പ്രതിപക്ഷ നേതാവ്? അദ്ദേഹത്തിന്റെ ടൈമിൽ ഈ കളി വിജയിപ്പിച്ചെടുക്കായിരുന്നല്ലോ. അത് നടന്നിട്ടില്ല. VDയുടെ ടൈം ആയപ്പോഴത്തേനും അതിൽ പിണറായി വിജയന്റെ പങ്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അദ്ദേഹം നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ ടൈമിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായത്. VD സതീശന്റെ കാര്യങ്ങൾ എളുപ്പമായത് അതുകൊണ്ടാണ്. പക്ഷെ രമേശ് ചെന്നിത്തല കളിച്ച ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കയറ്റിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. VD സതീശൻ ഇരുന്ന സമയത്താണ്, VD സതീശനാണ് ശരിക്കും വേറെ ആരുണ്ട് 100+ സീറ്റുകളിൽ ജയിക്കുമെന്ന് പറയാനായിട്ട്, ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി പറയാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡസനിലധികം മന്ത്രിമാർ തോക്കുമെന്ന് പറയാനായിട്ട്, ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വെല്ലുവിളിക്കാൻ ഈ KC വേണുഗോപാലിന് പറ്റുമോ? ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇത്രയും കൃത്യമായ കണക്കുകൾ വെച്ചിട്ട്. അത് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു സ്ട്രാറ്റജിക് ബിൽഡറാണ് KC എന്ന് പറയുന്നത്. കരിഷ്മാറ്റിക് ഒന്നുമല്ല, അതായത് വ്യക്തിപ്രഭാവമൊന്നുമില്ല. വലിയ ബുദ്ധിപരമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ കളിക്കാനായിട്ട് ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ KCയുടെ തലയിൽ വിരിഞ്ഞ ബുദ്ധിയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. പക്ഷേ VD സതീശന് ഇത് രണ്ടുമുണ്ട്. അദ്ദേഹം സ്ട്രാറ്റജിക്കുമാണ്, വ്യക്തിപ്രഭാവമുണ്ട്. വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ, ജനങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ബോധ്യപ്പെടുത്താനൊക്കെയുള്ള കഴിവ് VD സതീശനുണ്ട്. KCക്ക് അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യന്റെ, അല്ലെങ്കിൽ ഒരു നല്ല പ്രതിപക്ഷ നേതാവിനെ ഒരു നല്ല മുഖ്യമന്ത്രിയാവാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് നമ്മുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു ഇതും ഇല്ലാണ്ട് ഏറ്റവും മെജോറിറ്റി 99.9% ആളുകളും, അല്ലെങ്കിൽ 100% ആളുകളും പറയുന്നത് ES അച്യുതാനന്ദനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് പിന്നീടും ആളുകൾ ആഗ്രഹിച്ചത്. ആ ഒരു 96-ലെ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായിട്ട് തോറ്റു നിൽക്കുന്ന സമയത്തും അദ്ദേഹം അന്ന് രാത്രി തന്നെ ഒരു മുറിക്കയ്യൻ ബനിയനും ഇട്ട് വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞത്, കുതിരക്കച്ചവടത്തിനില്ല, ശക്തമായ പ്രതിപക്ഷമായിട്ട് ഇവിടെ ഉണ്ടാവും, ആത്മപരിശോധന നടത്തി നമ്മൾ തിരിച്ചു വരും സഖാക്കളെ എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തൊരു ആർജവമുണ്ട്. ആ ആർജവത്തിലാണ് പിന്നീട് CPM-ന്റെ വളർച്ച വന്നത്. പക്ഷെ അങ്ങനെ ഒരു ആർജവം പോലും കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് മാധ്യമങ്ങളെ കണ്ട് തോൽവിയുടെ കാരണങ്ങളൊന്നും പറയാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ പോലും കഴിയാത്ത പിണറായി വിജയൻ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായിട്ട് നിന്നിട്ടുള്ള ആളാണ്. പക്ഷെ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഒരു പൊട്ടിത്തെറി ശബ്ദമായിട്ട് കേട്ടിട്ടുള്ളത്, ഇച്ചിരി കൂടി ഒരു കനത്ത ശബ്ദമായിട്ട് കേട്ടിട്ടുള്ള VD തന്നെയാണ്. മുൻപുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആസ്പെക്ട് പലതായിരിക്കാം. പക്ഷെ VD സതീശനെ പോലെ ഒരാള്, അല്ലെങ്കിൽ ഈ ടൈമിൽ കളിച്ച് ജയിച്ച ആള്, ആ ജയിച്ച ആളിന് തന്നെയല്ലേ ഡിസേർവിംഗ് ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പേര് അവിടെ വരുന്നത് തന്നെ ശരിക്കും പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒരു ചർച്ച എന്തിനാണ് അവിടെ? ഒന്നാമത്തെ കാര്യം, ഇത് ചർച്ച ചെയ്ത് മടുത്തു, അതാണ് വാസ്തവം. കാരണം നമ്മൾ എത്ര ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നു. ഞാൻ കേട്ട, നമ്മുടെ നാട്ടിൽ കുറേയധികം പൊളിറ്റിക്കൽ കമൻറ്റേറ്റേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസർമാരുണ്ട്,
അങ്ങനെയുള്ള കുറേയധികം സാധാരണപ്പെട്ടുള്ള ജനങ്ങളുണ്ട്. ഇവരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചയിലൊക്കെ ഇവരെല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് എന്താ? വി ഡി സതീശൻ അനുകൂലികളായിട്ട് അല്ല, വി ഡി സതീശന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പറയുന്നത് ഒന്നടങ്കം. ഇത് തിരിച്ചറിയാതെ, ജനങ്ങളുടെ പൾസ് തിരിച്ചറിയാതെ കെ സിക്ക് വേണ്ടിയിട്ട് BJP ആഗ്രഹിക്കുന്നത് പോലെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് പിന്നെ എന്ത് ഹൈക്കമാൻഡാണ്? വിഡ്ഢിത്തരമാണ് ഈ ഹൈക്കമാൻഡ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ്? ജനങ്ങളാണ് വലുത്. പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകരാണ് വലുത്. അവരുടെ വാക്കുകളാണ് വലുത്. അവർ പറയുക ചെയ്യുന്നത് കെ സിയെ തോൽപ്പിക്കുന്നു. കെ സിയെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങളോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് MP സ്ഥാനം ഒഴിഞ്ഞിട്ട് മത്സരിക്കാൻ വന്നില്ല? അങ്ങനെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിപ്പിക്കുമായിരുന്നു, ഇരു കൈയും നീട്ടി നിങ്ങൾ കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു മത്സരത്തിനുമില്ല, ഒരു ഇതിനുമില്ലാതെ അവസാനം വന്നിട്ട് നമ്മൾ നേരത്തെ ആ ട്രോളിൽ കണ്ട പോലെ ബെഞ്ചിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കസേരയിലേക്ക് വന്നിരിക്കുന്ന ഒരാളെ പോലെ ഉള്ള കളി കെ സി എടുക്കുകയാണെങ്കിൽ അയാളെ അപഹാസ്യനാക്കി മാറ്റുകയാണ്. KC വേണുഗോപാലാണ് ഇത്രയും ദിവസം കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യനായിട്ട് മാറിയിരിക്കുന്നത്. ഇത് ഈ KC വേണുഗോപാൽ മനസ്സിലാക്കുന്നില്ല. എനിക്കറിയാൻ പാടില്ല, KC വേണുഗോപാൽ മനസ്സിലാക്കുന്നില്ലേ? എന്തായാലും ഇവിടെ കുറേ നാളുകളായിട്ട് CPM ചെയ്തുകൊണ്ടിരുന്നത് ഓരോ തവണയും ഓരോ കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഒരാളെ ഉയർത്തി കാണിച്ച് ഗൗരിയമ്മയെ കാണിച്ചിട്ട് വേറൊരാളെ കൊണ്ടുവന്നതുപോലെ, PS അച്യുതാനന്ദനെ ഉയർത്തി കാണിച്ചിട്ട് പിണറായി വിജയനെ കൊണ്ടുവന്നതുപോലെ, അങ്ങനെ അണികളെ വെറുപ്പിക്കാനുള്ളൊരു നീക്കമാണ്. ശരിക്കും നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തത് VS അച്യുതാനന്ദനെയാണ്, കിട്ടിയത് നമുക്ക് പിണറായി വിജയനെയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മളാരും KC വേണുഗോപാലിന് വേണ്ടിയിട്ട് കാർട്ട് ലിസ്റ്റിൽ പോലും ഇട്ടിട്ടില്ല, വിഷ് ലിസ്റ്റിൽ പോലും ഇടാത്ത ഒരാളാണ് അദ്ദേഹം കളിക്ക് ഇറങ്ങാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ അടിക്കുക നിവൃത്തിയുള്ളൂ. നിങ്ങൾ ജനങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സാധനം കൊടുക്കുമ്പോൾ തിരിച്ചടിക്കുകയാണ് ചെയ്യുക. തിരിച്ചു കൊടുക്കും ജനങ്ങൾ. ആ തിരിച്ചടിയാണല്ലോ ഇപ്രാവശ്യം പിണറായി വിജയന് കിട്ടിയത് പോലത്തെ ഒരു തിരിച്ചു കൊടുക്കല്. ജനങ്ങൾ ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ വരും. അതെ, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല, റിട്ടേൺ അടിക്കും ജനങ്ങൾ. പയ്യന്നൂരും തളിപ്പറമ്പും അതോടൊപ്പം തന്നെ നമ്മളെ അമ്പലപ്പുഴയിലൊക്കെ എന്താ സംഭവിച്ചത്? KC വേണുഗോപാലിന് അറിയില്ല. ഇവർ പറയുന്നു KCൻ്റെ ഒക്കെ അറിവോട് കൂടിയിട്ടാണ് ഇവരെയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയൊക്കെ അണികളെ വിശ്വാസത്തിലെടുക്കാനായിട്ട് പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്, അണികൾക്കെതിരായിട്ട് നീങ്ങി എന്നുള്ളതാണ് പാർട്ടിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അതേ സ്ഥാനം ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ UDFനും സംഭവിക്കാൻ പോവുകയാണോ? അണികളുടെ പ്രവർത്തകരുടെ മനസ്സിനെ, വികാരത്തെ മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റാതെ പോവുകയാണോ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവായിട്ട് തിളങ്ങിയ 99+ എന്ന് പറഞ്ഞിട്ട് കൃത്യം അച്ചട്ട് പോലെ 100+ എന്ന് പറഞ്ഞിട്ട് അത് സംഭവിപ്പിച്ച ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേതാവിനെ തഴഞ്ഞു മാറ്റി മറ്റൊരാളെ അവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് എടുക്കാൻ പോകുന്ന മണ്ടൻ തീരുമാനങ്ങളിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് മാറും. ഇപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെ പോലുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തുണി ഉരിഞ്ഞിട്ട് തുണി പൊക്കി കാണിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് അദ്ദേഹമൊക്കെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം എന്നല്ല, കുറേയധികം ആളുകൾ എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാള് പോലും ഹൈക്കമാൻഡിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയായതുകൊണ്ട് ആരാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്? KC തന്നെയായിരിക്കും. KC തന്നെയാണ്. KCയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളും കയ്യിൽ നിന്ന് പോയതിന് കയ്യും കണക്കുമില്ല. കോൺഗ്രസിലെ പ്രമുഖരായുള്ള നേതാക്കൾ മൊത്തം BJPയിലേക്ക് പോയത് അല്ലെങ്കിൽ പാർട്ടി മാറിയതൊക്കെ KC നേതൃത്വം അല്ലെങ്കിൽ KCയുടെ ഒരു നേതൃപാടവത്തിൽ നിന്ന സമയങ്ങളിലാണ്. അപ്പോൾ മെറിറ്റും ഡിമെറിറ്റും പരിശോധിക്കുമ്പോൾ VD ഇരുന്ന 5 വർഷം പ്രതിപക്ഷ നേതാവായി ഇരുന്നപ്പോൾ VD ഉണ്ടാക്കിയ നേട്ടങ്ങളും KC ഇരുന്ന സമയങ്ങളിൽ KC എന്ത് ചെയ്തു എന്ന് കൂടി ആലോചിക്കുമ്പോൾ ഗൗതം ആദ്യം പറഞ്ഞതുപോലെ BJP എന്തുകൊണ്ട് KC തന്നെ വേണം, KCക്ക് വേണ്ടി BJP എന്തിനു വടംവലി നടത്തുന്നു എന്നുള്ളതിന്റെ ഉത്തരം കൂടെ കൃത്യമായിട്ട് അതിനകത്തുണ്ട്. കോൺഗ്രസിലെ പ്രമുഖരാണ് പോയത്. ആദ്യമൊക്കെ ഇവിടെ മിക്ക ഇലക്ഷനും നടക്കുന്ന സമയത്ത് സിറ്റിംഗ് സീറ്റ് പോലും പോയ സമയങ്ങളൊക്കെ KC ആയിരുന്നു അവരുടെ നേതാവ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ പൊന്നുമുത്താണ് KC. എന്തായാലും അതെ ചില സംഘികളൊക്കെ വിളിച്ചു പറയുന്നത് പോലെ
അവരുടെ താല്പര്യം അവർക്ക് സതീശനെ കണ്ടുകൂടാ. കാരണം സതീശൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അധികം വിഡ്ഢിത്തൊന്നും കളിക്കാത്ത, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പലതും പറയുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ചില സംഘികൾക്ക് സതീശനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്, ഒരു സാധ്യതയുമില്ല. UDF 8 നിലയിൽ പൊട്ടും, 8 നിലയിൽ UDF പൊട്ടുന്ന ചില സംഘികൾ കണ്ടേ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായത്, എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പം ചില സംഘികളുടെ വാക്കുകളൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നേയില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഗുണത്തിനും കോൺഗ്രസിൻ്റെ ഗുണത്തിനും ഈ നാടിൻ്റെ ഗുണത്തിനും യഥാർത്ഥത്തിൽ KC വേണുഗോപാലല്ല, VD സതീശൻ മുഖ്യമന്ത്രി വരുന്നത് എങ്കിൽ 10 വർഷം കൊണ്ട് പിണറായി ശവക്കല്ലറയിലാണ് ഒറ്റ ദിവസം കൊണ്ട് ആൾക്കാർ അടിച്ചിടും. KC ആണ് വരുന്നതെങ്കിൽ കേരളം കത്തും, ഒരു സംശയമില്ല കാര്യത്തിൽ. കേരളം കത്തിപ്പടരും. KC ആണ് വരുന്നതെങ്കിൽ എതിർപ്പിൻ്റെ ഒരു വലിയ കത്തലായിരിക്കും അത്. ഇത്രമാത്രം ജനങ്ങളെ വെറുപ്പിക്കുന്നത് പോലുള്ള ഒരു നടപടി ഹൈക്കമാൻഡിന് ഇതിൽ കൂടുതൽ മറ്റൊന്നും എടുക്കാൻ പറ്റില്ല. KC ആണ്. നമുക്ക് KCയോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല. പക്ഷേ കളി നിയമം ഇങ്ങനെ ആയിരുന്നില്ല, അതാണ് പ്രശ്നം.